പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ സത്സംഗവേദിയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സീലിംഗ് ഓൺ ഡിസയേഴ്സ്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, വേദോപനിഷത്തുക്കൾ പറയുന്നത് 4 പുരുഷാർത്ഥങ്ങൾ നേടുക എന്നുള്ളതാണ്. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ഈ ഒരു മനുഷ്യജന്മത്തിൽ നേടേണ്ട 4 കാര്യങ്ങൾ. പുരുഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും ഉൾപ്പെടെയാനുണ്ട്. മനുഷ്യൻ എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. ഈ 4 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേടേണ്ടതായി ഉണ്ട് എന്ന് പറയുന്നു. അതിനാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ഈ 4 പുരുഷാർത്ഥങ്ങൾ. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ആർജിക്കേണ്ട 4 പുരുഷാർത്ഥങ്ങളാണ് ഇവയെല്ലാം. ഒന്ന് ധർമ്മം, അതായത് അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് ഉചിതമായി ചെയ്യുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. അത്തരത്തിൽ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, വിത്തം, ധനസമ്പാദനം. മനുഷ്യന് ജീവിക്കണമെങ്കിൽ ധനം ആവശ്യമാണ്. അപ്പോൾ ആ മനുഷ്യജീവിതത്തിൽ ആവശ്യമായ ധനമാർജിക്കുക, അതാണ് 2ാമത്തെ പുരുഷാർത്ഥം. 3ാമത്തേത് കാമം, കാമപൂർത്തീകരണം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നർത്ഥം. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ആഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്. അപ്പോൾ ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക, അതാണ് 3ാമത്തെ ലക്ഷ്യം. 4ാമത്തേത് മോക്ഷം, അതായത് ഈശ്വരനുമായി ലയിച്ചു ചേരുക. മനുഷ്യനും ഈശ്വരനും ഒന്നായിത്തീരുന്ന അവസ്ഥ, മോക്ഷം, സാക്ഷാത്കാരം. ഇങ്ങനെ 4 പുരുഷാർത്ഥങ്ങളാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് നേടേണ്ടത് എന്നാണ് വേദോപനിഷത്തുക്കൾ പറയുന്നത്. അപ്പോൾ അത് ഒന്നുകൂടി നിർവചിച്ചാൽ, ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥവും കാമവും. അർത്ഥം സമ്പാദിക്കണം. ധനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ആഗ്രഹങ്ങൾ സാധിക്കണം. അതും ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ ഇവ രണ്ടും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥമേ പാടുള്ളൂ. അധാർമികമായ വഴിയിൽ കൂടി നേടുന്ന ധനം നന്നല്ല, അഥവാ അത്തരത്തിൽ ധനം ആർജിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ കാമം, ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹപൂർത്തീകരണങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആഗ്രഹങ്ങളായിരിക്കണം. ധർമ്മവിരുദ്ധമായ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായ, അവനവൻ്റെ നിയതമായ കർമ്മങ്ങൾ ഉചിതമായി ചെയ്യുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥം സമ്പാദിക്കുക, ധർമ്മത്തിൽ അധിഷ്ഠിതമായി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക. അങ്ങനെ ഈ ആഗ്രഹങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുക, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം എന്നാണ് അർത്ഥം. അതായത് ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥ.
അപ്പോൾ മാത്രമേ ഈശ്വരനിലേക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ധർമ്മത്തിൽ തുടങ്ങി അർത്ഥകാമ പൂർത്തീകരണത്തോടെ മോക്ഷത്തിലേക്ക് പോവുക, ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മുടെ ധർമാചാര്യന്മാർ പറയുന്നു. അതിൽ ഒന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന കാമം, അതായത് ആഗ്രഹം. ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യനുമുണ്ട്, ആഗ്രഹങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഈ ആഗ്രഹത്തിന് യാതൊരു പരിധിയുമില്ല എന്നുള്ളതാണ് സത്യം. ഒരു ലിമിറ്റുമില്ല അതിന്. ഒന്ന് സാധിച്ചാൽ മറ്റൊന്ന്, അത് സാധിച്ചാൽ അടുത്ത ഒന്ന്, അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ആഗ്രഹത്തിൻ്റെ പ്രത്യേകത. അത് അഗ്നി പോലെയാണ്. അഗ്നി, അതിനകത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുത്താലും അഗ്നി ആളിക്കത്തുകയേ ഉള്ളൂ. എന്നാൽ അഗ്നി കത്തുവാൻ ആഗ്രഹിക്കുന്ന അഗ്നിക്ക് കുറേ കത്തുവാനുള്ള സാധനങ്ങൾ കൊടുത്തേക്കാമെന്ന് നമ്മൾ കരുതിയാൽ അഗ്നി അവിടെ അടങ്ങുന്നില്ല. എന്തോരം കൊടുക്കുന്നുവോ, എത്രമാത്രം കൊടുക്കുന്നുവോ അത് മുഴുവനും വിഴുങ്ങിയിട്ട് അഗ്നി വീണ്ടും ജ്വലിക്കുകയാണ്, വീണ്ടും ആളിക്കത്തുകയാണ്. വീണ്ടും അതുപോലെയാണ് ആഗ്രഹങ്ങൾ. നമ്മൾ എത്രമാത്രം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുവോ വീണ്ടും അതിനേക്കാൾ കൂടുതലുള്ള ആഗ്രഹങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ആഗ്രഹങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആഗ്രഹങ്ങളെ പാടുള്ളൂ എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. നമ്മൾ ഒരു പഴയ ചലച്ചിത്രഗാനം കേട്ടിട്ടുണ്ടാവും. ഭക്തകുചേല എന്ന സിനിമയിൽ പണ്ടിറങ്ങിയ ഒരു സിനിമയാണ്. അതിലുള്ള ഒരു പാട്ടുണ്ട്. 10 ലഭിച്ചാലായി 100 ദാഹം, 100 ആക്കാൻ മോഹം, 1000 10,000 ആശയ്ക്കുലകിതിൽ അളവുണ്ടാമോ, ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ എന്നുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര അർത്ഥവത്തായ ഒരു ധാർമ്മിക സത്യമാണ് ആ വരികളിലൂടെ, തത്വമാണ് ആ വരികളിലൂടെ ആ കവി പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. 10 ലഭിച്ചാൽ അതിൽ നമ്മുടെ ആഗ്രഹം ഒതുങ്ങുന്നില്ല, അത് 100 ആക്കണം. 100 ലഭിച്ചാലോ അതിനെ 1000 ആക്കണം. 1000 ആണെങ്കിലോ 10,000 ആകണം. അങ്ങനെ ആശയ്ക്ക് ഈ ഉലകിൽ അളവില്ല, പരിധിയില്ല. പണ്ടത്തെ കാലമായതുകൊണ്ടാണ് 10, 100, 1000 ഒക്കെ പറഞ്ഞത്. ഇന്നത്തെ കാലമാണെങ്കിൽ ലക്ഷവും കോടിയും ശതകോടികളും എന്നതിനെ തിരുത്തേണ്ടി വരും. അങ്ങനെ എത്ര കിട്ടിയാലും, ഒന്ന് കിട്ടിയാൽ അതിൻ്റെ ഇരട്ടി, അത് കിട്ടിയാൽ അതിൻ്റെ ഇരട്ടി, ഇങ്ങനെ ആഗ്രഹങ്ങൾ അഗ്നി പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശാശ്വതമായിട്ടുള്ളത് ഒന്ന് മാത്രം, ഈശ്വരചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് കവി ആ പാട്ടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ആഗ്രഹങ്ങൾ ഒരു പരിധിയുമില്ലാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ തൻ്റെ പൊയ്ക്കാലിയും വെച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ 2 കാലുമുള്ള, ആരോഗ്യമുള്ള 2 കാലുമുള്ള ഒരു വ്യക്തി അയാളെ മറികടന്നു പോകുന്നു. അപ്പോൾ ആ കാലിന്, ഒരു കാലിന് പോളിയോ വന്ന് സ്വാധീനമില്ലാതെ പൊയ്ക്കാലിൽ നടക്കുന്ന ആ മനുഷ്യൻ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഈശ്വര, എനിക്കിതുപോലെ ആരോഗ്യമുള്ള 2 കാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര സുന്ദരമായിട്ട് നടക്കാമായിരുന്നു. ഇപ്പോൾ അയാൾ എന്നെ മറികടന്ന് പോകുന്നു, ഞാനിങ്ങനെ ഞൊണ്ടി നടക്കുന്നു, എനിക്ക് അങ്ങനെ 2 കാലുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ പാവ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ഇനി 2 കാലുമുള്ള, ആരോഗ്യമുള്ള 2 കാലുകളുമുള്ള മനുഷ്യൻ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ ഒരു സൈക്കിളിൽ കയറി അയാളെ മറികടന്നു പോകുന്നു. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് എന്താ? എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ നടപ്പൊന്നും നടക്കേണ്ടി വരില്ലായിരുന്നു, സൈക്കിളിൽ കയറി പെട്ടെന്ന് സഞ്ചരിച്ച് സ്ഥലത്തെത്താമായിരുന്നു എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെ സൈക്കിളിൽ പോകുന്ന ഒരാൾ, അങ്ങനെ സൈക്കിളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ പോകുന്നയാൾ
ചീറിപ്പാഞ്ഞ് അയാളെ മറികടന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആൾ എന്താണ് ചിന്തിക്കുന്നത്? ഓ, എനിക്കിതുപോലെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ചവിട്ടി കാല് കഴിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് എനിക്ക് പോകാമായിരുന്നു, ബൈക്കിൽ നല്ല സ്പീഡിൽ എത്രയോ സമയം ലാഭിച്ച് എനിക്ക് പോകാമായിരുന്നു എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ മോട്ടോർ സൈക്കിളിൽ ഒരാൾ പോകുമ്പോൾ നല്ല സ്പീഡിൽ ഒരു കാറിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാറ് ഈ ബൈക്കുകാരനെ മറികടന്ന് പോകുന്നു. അപ്പോൾ ബൈക്കുകാരൻ എന്താണ് ചിന്തിക്കുന്നത്? ഓ, എനിക്കിതുപോലെ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ ഈ വെയിൽ കൊണ്ട്, അല്ലെങ്കിൽ മഴയാണെങ്കിൽ ഈ മഴയും കൊണ്ട് ഈ ബൈക്കിൽ സഞ്ചരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് ചൂടാണെങ്കിൽ AC ഇട്ട് കാറിനകത്തിട്ട് സഞ്ചരിക്കാമായിരുന്നു, അല്ലെങ്കിൽ മഴയോ വെയിലോ ഏൽക്കാതെ എനിക്ക് കാറിൽ സഞ്ചരിക്കാമായിരുന്നു. ഇതാണ് ബൈക്കിൽ പോകുന്നവൻ്റെ ചിന്ത അഥവാ ആഗ്രഹം. ഇനി ഒരു സാധാരണ കാറിൽ സഞ്ചരിക്കുന്നവൻ്റെ ആഗ്രഹമോ? അയാൾ നോക്കുമ്പോൾ മറ്റൊരാൾ അതിനേക്കാൾ വിലയേറിയ വലിപ്പമുള്ള ആഡംബരപൂർവമായ ഒരു കാറിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അയാളുടെ ചിന്ത പോകുന്നത്, ഓ, എൻ്റെ ഈ ചെറിയ കാറ്, ഇതിനൊരു ഭംഗിയുമില്ല, സുഖവുമില്ല, മറ്റേ കാർ എത്ര സുന്ദരമാണ്, അതിൽ സഞ്ചരിക്കുന്നവൻ എത്ര ഭാഗ്യവാനാണ്, എനിക്ക് അതുപോലെ ഒരു കാറ് എങ്ങനെയും വാങ്ങിക്കണം, അതുപോലെ ഒരെണ്ണം കിട്ടിയെങ്കിൽ എനിക്ക് സുഖമായേനെ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവനേക്കാൾ ഉയർന്ന തലത്തിലുള്ള, ഭൗതികമായി ഉയർന്ന തലത്തിലുള്ള സാഹചര്യങ്ങളെ ഓർത്ത് വേവലാതി കൊണ്ട് ആ ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് നെട്ടോട്ടമോടുകയാണ്. ഇതാണ് ഈ ആഗ്രഹങ്ങളുടെ പ്രത്യേകത. രാഷ്ട്രീയത്തിലാണെങ്കിൽ നമുക്കറിയാം, ആദ്യം ഒരു ചെറിയ പഞ്ചായത്ത് മെമ്പറായാൽ മതി, പിന്നെ അയാൾക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവണം. പഞ്ചായത്ത് പ്രസിഡൻ്റായാലോ അതിൽ നിൽക്കുവോ? MLA ആവണം. MLA ആയാൽ അതിൽ നിൽക്കുവോ ആഗ്രഹം? മന്ത്രിയാകണം. മന്ത്രിയായാലോ ഇനി മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രി ആയാലോ കേന്ദ്രമന്ത്രിയാവണം. കേന്ദ്രമന്ത്രി ആയാലോ പ്രധാനമന്ത്രിയാവണം. ഇങ്ങനെയാണ് ആഗ്രഹങ്ങൾ. ഇതിനൊരു പരിധിയുമില്ല. ഒന്ന് ലഭിച്ചാൽ, അതാണ് ആ പാട്ടിൽ പറഞ്ഞത്, ഒന്ന് ലഭിച്ചാൽ മറ്റൊന്നിനായി പിന്നെ ആഗ്രഹം, അതിനേക്കാൾ ഉയർന്ന ഭൗതിക തലത്തിലുള്ള മറ്റൊന്നിനായി ആഗ്രഹം. ഇങ്ങനെ ഈ ആഗ്രഹങ്ങൾ പരിധിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു തടയിട്ടേ മതിയാകും, അല്ലെങ്കിൽ മനുഷ്യനെ അത് പല അപകടങ്ങളിലേക്കും കൊണ്ടുവന്ന് ചാടിക്കും. ഒരു ഷൂസിന് വേണ്ടി ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ കഥയുണ്ട്. ലണ്ടനിലാണ് നടക്കുന്നത്. അവിടെ തണുപ്പ് രാജ്യമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഷൂവും സോക്സും ഒക്കെ അത്യാവശ്യമാണ്, തണുപ്പുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാവം വിറക് വെട്ടിയുടെ മകനായ ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണ്. അവൻ്റെ ഷൂസ് വളരെ കീറിപ്പറിഞ്ഞ ഒരു പഴയ ഷൂ ആണ്. അതിട്ടുകൊണ്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. അവൻ നോക്കുമ്പോൾ മറ്റു കുട്ടികളെല്ലാം നല്ല ഷൂസും ഒക്കെ ധരിച്ചുകൊണ്ട് വരുന്നു. അവൻ്റെ വളരെ പഴയ കീറിയ ഷൂ ആണ്. അവൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഷൂ ആകെ കീറിപ്പറിഞ്ഞിരിക്കുന്നു, എനിക്ക് ഒരു പുതിയ ഷൂ വേണം, നല്ല ഷൂ വേണം, എൻ്റെ കൂട്ടുകാരെല്ലാം നല്ല ഷൂ ഇട്ടുകൊണ്ടാണ് വരുന്നത്. ആ പാവം പിതാവ്, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ പിതാവ് ഇപ്പോൾ ഒരു പുതിയ ഷൂ മേടിക്കാനുള്ള സാമ്പത്തിക നിലയിലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ദൈവത്തോട് അപേക്ഷിക്കുകയും, എല്ലാം തരുന്നത് ദൈവമല്ലേ, ആ ദൈവത്തോട് നീ അപേക്ഷിക്കൂ, അദ്ദേഹം നിനക്ക് തരും എന്ന് അവനെ സമാശ്വസിപ്പിച്ച് ആ പിതാവ് വിടുകയാണ്. അപ്പോൾ ഇത് ആ കുഞ്ഞു മനസ്സിൽ അത് ശരിക്കും ഉൾക്കൊണ്ടു. അവൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി പള്ളിയിൽ, അവിടെ ദേവാലയത്തിൽ പോവുകയാണ്. ഒരു പള്ളിയിൽ, നമുക്കെല്ലാം അറിയാം, പള്ളികൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ഉയർന്ന സ്ഥലത്തായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിലും മിക്ക പള്ളികളും ഒരു മലയുടെ
മുകളിൽ അല്ലെങ്കിൽ വളരെയധികം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നെത്തുമ്പോഴാണ് ഈ പള്ളികൾ ദേവാലയങ്ങളുള്ളത്. അതുകൊണ്ട് അവൻ ആ സ്റ്റെപ്പെല്ലാം കയറി ആ പള്ളിയുടെ മുന്നിൽ ചെന്ന് എത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ കൂട്ടുകാർക്കെല്ലാം നല്ല ചെരുപ്പുകൾ, ഷൂസുണ്ട്, എനിക്കില്ല, എൻ്റെ പിതാവിന് അതിനുള്ള കഴിവുമില്ല, ദയവായി നീ എനിക്കൊരു വഴി കാണിച്ചു തരണം, എനിക്ക് ഒരു നല്ല ഒരു ഷൂസ് കിട്ടാൻ ഉള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരണം എന്നവൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പിന്നിൽ നിന്നും ടക്ക് 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 എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ആരോ സ്റ്റെപ്പ് കയറി വരുന്നതാണ്. താഴെയുള്ള പടികൾ കയറി ആരോ പള്ളിയിലേക്ക് ടക്ക് 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 എന്ന ശബ്ദം കേൾക്കുന്നു, കടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കയറി വരുന്നത് ഒരു കാലുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഒരു കാലേ ഉള്ളൂ, മറ്റേ കാല് ക്രച്ചസ്. അത് വച്ചുകൊണ്ടാണ് അയാൾ കയറി വരുന്നത്. അപ്പോൾ ആ ഒറ്റ കാല് വെച്ചാണ് അയാൾ കയറി വരുന്നത്. മറ്റേ കാലിൽ വച്ചിരിക്കുന്ന ക്രച്ചസ് അവിടെ കുത്തുന്നതിൻ്റെ ശബ്ദമാണ് ഈ കുട്ടി കേട്ടത്. ടക്ക് 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 എന്ന് പറഞ്ഞ് ഇതിൻ്റെ ശബ്ദമാണ് ആ കുട്ടി കേട്ടത്. ഒരു നിമിഷം അവൻ ആ മനുഷ്യൻ്റെ നേരെ നോക്കി. അപ്പോൾ മനസ്സിലായി അയാൾക്കൊരു കാലില്ല. ഉടനെ അവൻ ചിന്തിച്ചു, കർത്താവേ, എനിക്ക് എൻ്റെ കാലിൽ പുതിയ ഒരു ഷൂസ് ഇല്ലെന്നല്ലേ ഉള്ളൂ, പഴയതാണെങ്കിലും ഉണ്ടല്ലോ, അതിനേക്കാൾ എനിക്ക് 2 കാലുകളും ഉണ്ടല്ലോ, ആരോഗ്യമുള്ള 2 കാലുകൾ എനിക്കുണ്ട്, ഞാൻ ഈ വരുന്ന മനുഷ്യനേക്കാൾ എത്രയോ അനുഗ്രഹീതനാണ് എന്ന് അവൻ സ്വയം പറഞ്ഞു, സ്വയം മനസ്സിലാക്കി. അപ്പം അവൻ്റെ മനസ്സിൽ പുതിയ ഒരു ഷൂ എന്നുള്ള ആഗ്രഹം അതോടെ ഇല്ലാതെയായി. അവൻ തൻ്റെ അനുഗ്രഹത്തിൽ ആ വരുന്ന സാധു മനുഷ്യനേക്കാൾ അനുഗ്രഹീതനാണ് താൻ എന്നുള്ള ബോധ്യത്തിൽ അവൻ അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. നമ്മളെപ്പോഴും മുകളിലേക്ക് മാത്രം നോക്കരുത്. മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണം. ലക്ഷ്യവും ആഗ്രഹവും ഒന്നാണ് എന്ന് ആരും ധരിക്കരുത്. ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണം, പക്ഷേ ഭൗതികമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ആ നമ്മളെക്കാൾ ഭൗതികമായി മെച്ചപ്പെട്ട് ജീവിക്കുന്നവരിലേക്കല്ല നോക്കേണ്ടത്. നമ്മളെക്കാൾ ദുരിതമനുഭവിക്കുന്ന, നമ്മളെക്കാൾ ഭാഗ്യഹീനരായിട്ടുള്ളവരെ വേണം നമ്മൾ നോക്കാൻ. ലുക്ക് ഡൗൺവേർഡ്സ്. ജീവിത ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ ലുക്ക് അപ്വേർഡ്സ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം എത്രയോ താഴ്ന്ന അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. ഭൗതികമായി അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല, യാതൊരു സ്വത്തും ഉണ്ടായിരുന്നില്ല. 2-3 ജോഡി ഡ്രസ്സുകൾ മാത്രം, 2-3 ജോഡി ഷൂകൾ മാത്രം. അതേസമയം ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എത്രയോ ജോഡി വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം ഏറ്റവും ഉന്നതമായ നിലയിലായിരുന്നു. ആ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. അതാണ് ലക്ഷ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. ഉന്നതമായ ലക്ഷ്യം വേണം, പക്ഷേ ആഗ്രഹങ്ങൾ, ഇങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങൾ ഉയർന്നു പോകാൻ പാടില്ല. നമ്മളെക്കാൾ ഭാഗ്യഹീനരായിട്ടുള്ളവരെ, നമ്മളെക്കാൾ ഈ സൗകര്യങ്ങൾ കുറഞ്ഞവരെ കാണുവാനുള്ള കണ്ണുകൾ നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. കാഴ്ചശക്തിയില്ലാത്ത ഒരുവനെ കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ കാഴ്ചശക്തിയെപ്പറ്റി ബോധവാനാകേണ്ടത്. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ ബോധവാനാകേണ്ടത്. നമ്മൾ 3 നേരവും നിറയെ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത നമ്മെപ്പോലെയുള്ള ജനങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ഉന്നതമായി ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും
ഭൗതിക തലത്തിൽ ഉയർന്നത് പോകരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു പരിധി നിശ്ചയിക്കണം. ആഗ്രഹങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനെല്ലാം ഒരു പരിധി കൽപ്പിക്കണം, ഒരു ലിമിറ്റ് വേണം. അങ്ങനെ ഒരു ലിമിറ്റില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ പോകാൻ നമ്മൾ അനുവദിക്കരുത്. ഇപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ കാലിന് പാകമായ ചെരുപ്പേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെയാണ് ധനം എന്ന് പറയുന്നത്. ചെരുപ്പ് വലുതായാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ചെരുപ്പ് ചെറുതായാൽ നമ്മുടെ കാലതിൽ കടക്കില്ല, കാല് വേദനിക്കും. അപ്പോൾ ചെരുപ്പ് ചെറുതുമാകാൻ പാടില്ല, വലുതുമാകാൻ പാടില്ല, പിന്നെയോ പാകത്തിനായിരിക്കണം. അതുപോലെയാണ് ധനം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ, എത്ര നമുക്ക് ഒരു സാധാരണഗതിയിൽ മാന്യമായി ജീവിക്കാൻ എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രമേ ധനം പാടുള്ളൂ. അതിൽ കുറഞ്ഞാൽ നമുക്ക് കഷ്ടതയാണ്, കൂടിയാലും കഷ്ടതയാണ്. അതുകൊണ്ട് ആ കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമുക്ക് പാകത്തിനുള്ളത് നമുക്ക് വേണം. അതുകൊണ്ടാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥമേ പാടുള്ളൂ. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആഗ്രഹങ്ങളെ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ആഗ്രഹങ്ങൾക്ക് പരിധി വയ്ക്കുക എന്ന് ഉള്ളതിൻ്റെ ഒരർത്ഥം. പിന്നെ നമുക്ക് ആവശ്യങ്ങളുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ഇല്ലേ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ നമ്മുടെ ന്യായമായ ആവശ്യങ്ങളാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ട വിദ്യാഭ്യാസം വേണം, നല്ല വസ്ത്രം ധരിക്കാനുണ്ടാവണം, നല്ലൊരു വീട് വേണം. അതിന് അങ്ങനെ ഒരു മാന്യമായ ഒരു നിലയിൽ ജീവിക്കുവാൻ വേണ്ടത്, അതിന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ നിലവാരമനുസരിച്ച് നമ്മൾ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ജീവിക്കണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ നടക്കില്ല. അപ്പം നമ്മുടെ നില എന്ത് എന്ന് മനസ്സിലാക്കി അതിന് പാകത്തിനുള്ള ആഗ്രഹങ്ങളെ നമ്മൾ വച്ചു പുലർത്താവൂ. നമ്മുടെ നീഡ്, ആവശ്യം എന്താണെന്ന് അറിയണം. ആഗ്രഹം കൂടാൻ പാടില്ല. അതായത് നീഡും ഡിസയറും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആഗ്രഹങ്ങൾ കൂടാൻ പാടില്ല, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും വേണം. അതുപോലെ പറയും, ആഗ്രഹങ്ങളുടെ ഇംഗ്ലീഷ് പദമാണ് ഡിസയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസയർ ഉണ്ടാകുന്നതിന് മുൻപ് അതിന് നമ്മൾ ഡിസേർവിങ് ആണോ എന്ന് പരിശോധിക്കണം. അതുപോലെ ഡിസേർവ് ബിഫോർ യു ഡിസയർ എന്ന് പറയും. അതായത് നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങളതിന് ഡിസേർവിങ് ആണോ, നിങ്ങളതിന് യോഗ്യനാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ അതിന് ആഗ്രഹിക്കാവുള്ളൂ. ഉദാഹരണത്തിന് 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് കളക്ടറാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഉചിതമാണോ? അതാണ് പറഞ്ഞാൽ അവനവൻ്റെ നില എന്ത്, വില എന്ത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മാത്രമേ ആഗ്രഹിക്കാവൂ. അഥവാ നമ്മളതിന് ഡിസേർവിങ് ആണെങ്കിൽ മാത്രമേ, നമ്മളതിന് അർഹനാണെങ്കിൽ മാത്രമേ ഒരു കാര്യം, ഭൗതികമായൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ആഗ്രഹത്തിന് ഒരു പരിധി വരും. ധനം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാണ് എന്ന് പറയില്ല. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ധനം വേണം, നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധനം വേണം. അതുകൊണ്ട് ധനസമ്പാദനം ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് ധാർമ്മികമായ മാർഗത്തിലൂടെ ആയിരിക്കണം. അധാർമികമായ ധനസമ്പാദനമാണ് അധർമ്മത്തിന് വഴിവെക്കുന്നത്, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിലനിൽപ്പിനെ ബാധിക്കുന്നത്, അതിനെ നാശത്തിലേക്ക് നയിക്കുന്നത് അധാർമികമായ വഴിയിലൂടെ സമ്പാദിക്കുന്ന ധനമാണ്. അപ്പം അധാർമികമായ വഴിയിലൂടെ ധനം സമ്പാദിക്കുവാൻ നമ്മൾ ഒരു കാലത്തും ശ്രമിക്കരുത്. ഈ അത്യാഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അധാർമികമായ മാർഗങ്ങളിലേക്ക്
നമ്മൾ തിരിയുന്നത്. അത് നമുക്ക് ഉള്ള ധനം ഒരിക്കലും പാഴാക്കി കളയരുത്. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. നമുക്കതിനെ യൂസ് ചെയ്യാം, പക്ഷേ മിസ്യൂസ് ചെയ്യരുത്. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ, സമ്പത്തുകൾ, അതിനെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക, വേസ്റ്റ് ചെയ്യാതിരിക്കുക, അധാർമിക മാർഗങ്ങളിൽ ചിലവഴിക്കാതിരിക്കുക. അധാർമിക മാർഗങ്ങളിൽ ചിലവഴിക്കുമ്പോഴാണ് ധനം ചോർന്നു പോകുന്നത്. പിന്നെ അത് വീണ്ടെടുക്കാൻ അധാർമികമായ മാർഗങ്ങളിൽ തന്നെ വീണ്ടും നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴാണ് ധാർമ്മികത ഇല്ലാതെയായി മാറുന്നത്. അതുകൊണ്ട് സമയം, ആഹാരം ഇവയൊന്നും വേസ്റ്റ് ആക്കാതിരിക്കുക. സമയം എന്ന് പറഞ്ഞാൽ പണമാണ്. ടൈം ഈസ് വെൽത്ത്. സമയം എന്ന് പറയുന്നത് ഒരു വലിയ സമ്പത്താണ്. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. സമയം പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. ആ കിട്ടുന്ന സമയം, അവസരം ഭംഗിയായി ഉപയോഗിക്കുക. അതിനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഭക്ഷണം അതുപോലെ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. എത്രയോ പേർ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്താൽ ഇതിൽ പരമൊരു മഹാപാപം ഈ ലോകത്തില്ല. അതുകൊണ്ട് സമയം, നമ്മുടെ ഊർജം, എനർജി, അതും നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അത് വേണ്ട രീതിയിൽ, ഉപയുക്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അത് തന്നെ ഈ സീലിംഗ് ഓൺ ഡിസയേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. ഡോണ്ട് വേസ്റ്റ് യുവർ ഫുഡ്, ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇതൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. എല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിക്കുക. അല്ലാത്തവൻ്റെ കയ്യിൽ ധനം കിട്ടിയാലും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. പണ്ടൊരു കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞങ്ങളുടെ നാട്ടിൽ താറാവ് വിറ്റുകൊണ്ട് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പതിവായി ലോട്ടറി എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അയാൾക്ക് ലോട്ടറി അടിച്ചു. അന്ന് 1,00,000 രൂപയാണ് വലിയ സമ്മാനം. അതോടുകൂടി, അത് കിട്ടിയതോടുകൂടി അയാൾ ഈ താറാവ് കച്ചവടം, താറാവിനെ നോക്കുന്ന ജോലി നിർത്തി. പിന്നെ അയാൾ വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയൊരു വാഹനമൊക്കെ വാങ്ങി അങ്ങനെ ആർഭാടപൂർവ്വം ജീവിച്ചു. കൂട്ടുകാർക്കെല്ലാം വിതരണം ചെയ്തു. മദ്യപാനം അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോയി. എന്തിനു പറയുന്നു, അധികം താമസിയാതെ ഈ ലോട്ടറിയിൽ നിന്നും കിട്ടിയ 1,00,000 രൂപയും നശിച്ചുപോയി, ഒന്നുമില്ലാതെയായി. അവസാനം കൂട്ടുകാരെല്ലാം അയാളെ വിട്ടുപോയി. വീണ്ടും അയാൾ പഴയ താറാവുകാരനായി മാറി. അതൊരു ചരിത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവൻ്റെ കയ്യിൽ, ഉപയോഗിക്കാൻ അറിയില്ലാത്തവൻ്റെ കയ്യിൽ ധനം കിട്ടിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. അപ്പം നമ്മുടെ കിട്ടിയിട്ടുള്ള ഈ സമ്പത്തിനെ വേസ്റ്റ് ചെയ്യാതിരിക്കുക, അതിനെ പാഴാക്കി കളയാതിരിക്കുക, വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, ധൂർത്ത് ഒഴിവാക്കുക. ഭക്ഷണം, വസ്ത്രം, വാഹനം, വീട്, ഇതിനെല്ലാം നമ്മൾ ഇപ്പോൾ ഭയങ്കരമായ ധൂർത്താണ് നമ്മൾ ചെയ്തത്. ഒരാവശ്യമില്ലാതെ അതിഭയങ്കരമായ കെട്ടിടങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വലിയ വലിയ വാഹനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇതെല്ലാം അനാവശ്യമാണ്. അപ്പം നമ്മുടെ ആ സ്ഥിതിക്കനുസരിച്ച് ഇവയൊക്കെ അനാവശ്യമായ ചിലവുകൾ ചുരുക്കുക. അനാവശ്യമായ ചിലവുകൾ വരുമ്പോഴാണ് അനാവശ്യമായ ആഗ്രഹങ്ങൾ വരിക. അതുകൊണ്ട് ആഗ്രഹങ്ങളെ കുറയ്ക്കുക. ഒരു ഗീതാവാക്യമുണ്ട്, ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാൽ സംജായതേ കാമാത് ക്രോധോഭിജായതേ. ധ്യായതേ വിഷയാൻ പുംസ, വിഷയങ്ങളെ ധ്യാനിക്കുന്ന മനുഷ്യന് സംഗസ്തേഷു ഉപജായതേ, അവയോട് സംഘം അഥവാ ആസക്തി ഉണ്ടാകുന്നു. വിഷയങ്ങളെ പറ്റിയുള്ള ധ്യാനത്തിൽ മുഴുകുന്ന മനുഷ്യൻ, അതായത് ആഗ്രഹങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. പിന്നെയോ സംഗാത് സംജായതേ കാമഹ, അങ്ങനെ ആ ആസക്തിയിൽ നിന്ന് അയാൾക്ക് ആഗ്രഹം ഉടലെടുക്കുന്നു. ആ വസ്തു സ്വന്തമാക്കണമെന്ന് അതിൽ നിന്ന് കാമം, ആഗ്രഹമുണ്ടാകുന്നു. പിന്നെയോ കാമാത് ക്രോധോഭിജായതേ, കാമത്തിൽ നിന്നും, ഈ സഫലമാകാതെ വരുന്ന ആഗ്രഹത്തിൽ നിന്നും കോപം ജനിക്കുന്നു.
ക്രോധോ അഭിജായതേ. പിന്നെയോ ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിവിഭ്രമാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് ഗീതാവാക്യം. ക്രോധാത് ഭവതി സമ്മോഹ. എന്താണ്? ക്രോധത്തിൽ നിന്നും എന്തുണ്ടാവുന്നു? സമനില തെറ്റുന്നു, ഒരു മോഹം, ഒരു മോഹവലയം ആയിത്തീരുന്നു. അതായത് എന്തായാലും പറയുക, മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ള അർത്ഥമല്ല, ഒരു മോഹവലയത്തിൽപ്പെടുക, ഒരു ബുദ്ധിയില്ലാത്ത അവസ്ഥയിൽ വരിക എന്നർത്ഥം. അങ്ങനെ ഈ ക്രോധത്തിൽ നിന്നും ഒരു സമനില തെറ്റിയ അവസ്ഥയിലെത്തുന്നു. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ. ഈ സമ്മോഹത്തിൽ നിന്നും സ്മൃതി വിഭ്രമം സംഭവിക്കുന്നു, അതായത് ഓർമ്മക്കേട് സംഭവിക്കുന്നു. അവന് സ്വബുദ്ധി ഇല്ലാതെ ആയിത്തീരുകയാണ്, ഓർമ്മ ഇല്ലാതെ ആയിത്തീരുന്നു. സ്മൃതി വിഭ്രമാത് ബുദ്ധിനാശോ. അവൻ്റെ സ്മൃതി വിഭ്രമം വന്നാൽ, ഓർമ്മയില്ലാത്ത അവസ്ഥ വന്നാൽ അതിൽ നിന്നും അവൻ്റെ ബുദ്ധി നശിക്കുന്നു. ബുദ്ധിനാശാത് പ്രണശ്യതി. ഒരുവൻ്റെ ബുദ്ധി നശിച്ചാൽ പിന്നെ അവൻ പൂർണ്ണമായും നശിച്ചു എന്നർത്ഥം. ഇതാണ് ഗീതാവാക്യം. അതായത് ആഗ്രഹങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് എന്തുണ്ടാകുന്നു? അതിൽ അമിതമായ ആഗ്രഹം ഉണ്ടാകുന്നു. ഈ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ക്രോധമുണ്ടാകുന്നു. ക്രോധമുണ്ടായാൽ അവൻ്റെ ബുദ്ധി നശിക്കുന്നു, ഓർമ്മശക്തി നശിക്കുന്നു, ഒരു മോഹവലയത്തിൽപ്പെടുന്നു. അങ്ങനെ ബുദ്ധി നശിച്ചാലോ അവൻ പൂർണ്ണമായും നാശത്തിലേക്ക് പതിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ തുടക്കം എവിടെയാണ്? ആഗ്രഹം, ഈ കാമം. അതിൽ നിന്നാണ് ഈ ക്രോധവും അതുവഴി ബുദ്ധിനാശവും എല്ലാം സംഭവിക്കുന്നത്. ഈ ക്രോധം വന്നാൽ പിന്നെ സമനില തെറ്റുകയാണ്. നമുക്കറിയാം, ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. തുടർന്ന് ഓർമ്മശക്തി നശിക്കുന്നു, ബുദ്ധിനാശം സംഭവിക്കുന്നു, ബുദ്ധി നശിച്ച് മനുഷ്യൻ പൂർണ്ണമായും നശിക്കുന്നു. തുടക്കം ഒരേ ഒരു ദേഷ്യമാണ്, അതിൽ നിന്നാണ് ഈ നാശം മുഴുവൻ ഉണ്ടാക്കുന്നത്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊന്ന് ദേഷ്യപ്പെട്ടാൽ അതിൻ്റെ ഇഫക്റ്റ് 8 മണിക്കൂർ വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാൽ മതി, അതിൻ്റെ ഫലം 8 മണിക്കൂർ വരെ നിൽക്കും. ദഹനക്കേട്, വായുക്ഷോഭം, ബുദ്ധിനാശം, ഓർമ്മ ഇല്ലായ്മ, ഇതെല്ലാം ഉണ്ടാകും ഈ ഒരൊറ്റ കോപം കൊണ്ട്. 8 മണിക്കൂർ വരെ അത് നമ്മുടെ ബ്രെയിനിനെയും രക്തത്തിലും എല്ലാം അത് ബാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം അമിതമായ ഈ ആഗ്രഹമാണ്. ആഗ്രഹത്തിൽ നിന്നാണ് ഈ കോപം ഉണ്ടാകുന്നത്. നമുക്ക് 6 ശത്രുക്കളുണ്ട് എന്നാണ് പറയുന്നത്. പുറമെയുള്ള ആരുമല്ല നമ്മളെ ദ്രോഹിക്കുന്ന ശത്രുക്കൾ. പിന്നെ ആരാണ്? ഷഡ് വൈരികൾ എന്ന് പറയും. കാമ, ക്രോധ, ലോഭം, മോഹം, മതം, മാത്സര്യങ്ങൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇങ്ങനെ 6 ശത്രുക്കൾ. അത് ഓരോന്നും വിശദീകരിക്കാനുണ്ട്, അതൊന്നും നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. അപ്പോൾ ഈ 6 ശത്രുക്കളിൽ ഏറ്റവും കേമനാണ് ഈ കാമം എന്ന് പറയുന്നത്. കാമത്തിൽ നിന്നാണ് ഈ ക്രോധം ഉണ്ടാകുന്നത്. ക്രോധത്തിൽ നിന്നാണ് ബാക്കിയുള്ള സകല ദോഷങ്ങളും ഉണ്ടാകുന്നത്, ബുദ്ധിനാശവും സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് അമിതമായ ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ ശീലിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. പിന്നെയോ ആഗ്രഹങ്ങൾക്ക് പരിധി വയ്ക്കുക. ഓരോ ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഇതെനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണോ എന്ന് പലവട്ടം ചിന്തിക്കുക. ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ അത്ര പോലും അവസരങ്ങളില്ലാത്ത എത്രയോ പേർ ഈ ഭൂമിയിലുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ എനിക്കിത് അത്യാവശ്യമായ കാര്യമാണോ? അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനാഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടുക, ധാർമ്മികമായ മാർഗങ്ങളിലൂടെ മാത്രം അത് നേടുക. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ളതല്ല എങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആഗ്രഹിക്കാതിരിക്കുക, ആഗ്രഹത്തെ ഉപേക്ഷിക്കുക, അതിന് പരിധി നിശ്ചയിക്കുക. അപ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും. അപ്പോൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആവശ്യമുള്ളത് എന്ത്, അമിതമായ ആഗ്രഹങ്ങൾ എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ
ധൂർത്തുകൾ നമ്മൾ ഒഴിവാക്കണം. ഈ ധൂർത്ത് വരുമ്പോഴാണ് നമുക്ക് ഒന്നിനും തികയാതെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഉള്ള ധനം സന്മാർഗങ്ങൾ, സൽക്കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ധൂർത്തടിച്ച് കളയുന്നതിന് പകരം സാധുജന സേവനത്തിനും സാമൂഹ്യ സേവനത്തിനും ഒരു പങ്കെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും ഉണ്ടാകും. അതിനു പകരം മദ്യത്തിനും മയക്കുമരുന്നിനും ആർഭാടങ്ങൾക്കും വേണ്ടി നമ്മൾ ചിലവഴിച്ച് കളഞ്ഞാൽ ഒരു സമാധാനവും നമുക്കുണ്ടാവില്ല എന്ന് തന്നെയല്ല, തീരും തോറും അത് വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹം തോന്നുകയും അധാർമികമായ മാർഗത്തിലേക്ക് നമ്മെ വലിച്ച് ഇഴയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ മോഹങ്ങൾ തീർത്തും ഇല്ലാതാക്കാൻ നമുക്ക് സാധ്യമല്ല. അതിന് പരിധി വയ്ക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ പരിധി വെച്ച് ഈ മോഹങ്ങളിൽ നിന്ന് തന്നെയുള്ള മുക്തിയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ പടി നമ്മൾ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളെ കുറയ്ക്കുക. ആവശ്യങ്ങൾ നേടണം ധാർമ്മികമായ മാർഗത്തിലൂടെ. അനാവശ്യമായ ആഗ്രഹങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അതാണ് സീലിംഗ് ഓൺ അവർ ഡിസയേഴ്സ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരു പരിധി കൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമുക്ക് ശാന്തിയും സമാധാനവും മാത്രം കൈവരും. അതിനായി എല്ലാവർക്കും സന്മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.